ഗുഡ് മോർണിംഗ് സ്റ്റുഡൻറ്റ്. സോഷ്യൽ സയൻസ് സെക്കൻഡിലെ നാഷണൽ ഇൻകം എന്നുള്ള തേർഡ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ ഹൗ ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം എന്നുള്ള ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദർ ആർ 3 മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം: പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബൈ ആഡിങ് അപ്പ് ദി മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടർ. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ, ഈ 3 സെക്ടറിലെയും ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മണി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെയാണ് പ്രോഡക്റ്റ് മെത്തേഡിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻകം മെത്തേഡിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് വിച്ച് ആർ ദി റിവാർഡ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ റിവാർഡ്സ് ആണ് ഇൻകം മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ മെത്തേഡ് യൂസ് ചെയ്യുന്നതിലൂടെ ഏത് ഫാക്ടറാണ് നാഷണൽ ഇൻകത്തിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അടുത്തതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം ബൈ കാൽക്കുലേറ്റിംഗ് ദി expenditure incurred by individuals, firms and government in a particular year. ഇൻഡിവിജ്വൽസിനും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഗവൺമെൻറ്റിനും ഒരു വർഷം ഉള്ള ചെലവുകൾ കണക്കാക്കുന്നതിലൂടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എസ്റ്റിമേറ്റിംഗ് ദി നാഷണൽ ഇൻകം using any of the above 3 methods will give the same result. ഈ മെത്തേഡ്സിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്താലും നമുക്ക് കിട്ടുന്ന നാഷണൽ ഇൻകം ഒന്ന് തന്നെയായിരിക്കും. ആരാണ് ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഏത് ഏജൻസിയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഈസ് ദി ഒഫീഷ്യൽ ഏജൻസി കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ. CSO ഈസ് ദി ഒഫീഷ്യൽ agency calculating national income of India. It is formed in the year 1951 May 2nd. Headquarter New Delhiയിലാണ്. Central Statistical Office is the official agency that estimate the national income of India. ഇന്ത്യയിലെ നാഷണൽ ഇൻകം കണക്കാക്കുന്നതിനുള്ള ഏജൻസി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. The estimation is done mainly for the purpose of planning and development activities of the government. It also helps to understand the nature of employment sector and the type of employment the people are engaged in. പ്രധാനമായിട്ടും ഗവൺമെൻറ്റിൻ്റെ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് CSO നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ ഏത് തരം ജോലിയിലാണ് ആളുകൾ ഏർപ്പെട്ടിരിക്കുന്നത്, ജനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലുകളുടെയും തൊഴിൽ മേഖലകളുടെയും സ്ഥിതി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇൻ ഇന്ത്യ വി മേക്ക് യൂസ് ഓഫ് പ്രോഡക്റ്റ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ടു എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം. ഇന്ത്യയിൽ ഈ 3 മെത്തേഡ്സ് ഉപയോഗിച്ച്, ഈ 3 രീതികളും ഇന്ത്യയിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. The assessment of national income is a tough job that is challenged by practical and ideational issues. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് രാജ്യത്തിൻ്റെ എക്കണോമിക് പൊസിഷൻ മനസ്സിലാക്കാനാണെങ്കിലും ഇത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യ പോലെ 130 കോടിയോളം ജനങ്ങളുള്ള രാജ്യത്ത് അത് കണക്കാക്കുന്നത് വളരെ പ്രാക്ടിക്കൽ ആൻഡ് ഐഡിയേഷണൽ ഇഷ്യൂസ് നിറഞ്ഞതാണ്. ധാരാളം പ്രായോഗികവും ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് എന്തെല്ലാമാണെന്ന് നോക്കാം. ലാക്ക് ഓഫ് റിലയബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ക്രിയേറ്റ് ഡിഫിക്കൽറ്റി ഇൻ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം. വിശ്വാസയോഗ്യമായ സ്ഥിതിവിവര കണക്കിൻ്റെ അഭാവം നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ആളുകൾ നൽകുന്ന വിവരങ്ങൾ എല്ലായ്പ്പോഴും കൃത്യമാവണം എന്നില്ല. കൃത്യമായ വിവരങ്ങൾ ആയിരിക്കില്ല ആളുകൾ ഓഫീസേഴ്സിന് നൽകുന്നത്. There is a chance of calculating the money value of goods and services more than once while they pass through different stages of production. പ്രൊഡക്ഷൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നിലധികം പ്രാവശ്യം ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മണി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നു. സാധാരണയായി നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മണി വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിലും ചില
പലപ്പോഴും ഇൻ്റർമീഡിയറ്റ് പ്രോഡക്ട്സിൻ്റെ വിലയും കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നു. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില ഒന്നിലധികം പ്രാവശ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനെയാണ് ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. The service of housewives is not included in national income. വീട്ടമ്മമാരുടെ ജോലി നാഷണൽ ഇൻകത്തിൽ കണക്കാക്കുന്നില്ല. വീട്ടമ്മമാരുടെ അധ്വാനം നാഷണൽ ഇൻകത്തിൽ കണക്കാക്കുന്നില്ല. അത് വളരെ വലിയൊരു പോരായ്മയാണ്, ഒരു ഡിഫിക്കൽറ്റിയാണ് അല്ലേ. വീട്ടമ്മമാർ ചെയ്യുന്ന, ഹൗസ് വൈഫ്സ് ചെയ്യുന്ന അധ്വാനം നാഷണൽ ഇൻകത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. The production of goods and services for self-consumption is not included in the estimation of national income. For example, vegetable garden at a home. നമ്മളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് നാഷണൽ ഇൻകത്തിൽ കണക്കാക്കുന്നില്ല. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും സ്വന്തം ഉപഭോഗത്തിന് മാത്രമായിട്ട് നിർമ്മിക്കുന്ന സാധനങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഉദാഹരണമായി വീട്ടിലെ പച്ചക്കറിത്തോട്ടം, അങ്ങനെ നമ്മളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇഗ്നോറൻസ് ആൻഡ് ഇലിറ്ററസി ഓഫ് പീപ്പിൾ ക്രിയേറ്റ് പ്രോബ്ലംസ് ഇൻ കളക്ടിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. ജനങ്ങളുടെ നിരക്ഷരതയും അറിവില്ലായ്മയും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എടുക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു. ജനങ്ങളുടെ അറിവില്ലായ്മയും വിദ്യാഭ്യാസം ഇല്ലായ്മയൊക്കെ ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒക്കെ ആളുകൾക്ക് അറിവില്ലാത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് തടസ്സമാണ്. The practical difficulty in assessing the money value of service impede the correct estimation of national income. സർവീസ് സെക്ടറിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ മണി വാല്യൂ കണക്കാക്കുക എന്നത് വളരെ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റിയുള്ള കാര്യമാണ്. ഓരോരുത്തർ ചെയ്യുന്ന സർവീസിനും വ്യത്യസ്തമായിട്ടുള്ള മണി വാല്യൂ ആയിരിക്കും കണക്കാക്കേണ്ടി വരിക. അത് വളരെ കൃത്യമായി കണക്കാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. Consumers seldom maintain records of expenditure incurred by them. കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കൾ അവരുടെ ചെലവ് കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കാറില്ല. പലപ്പോഴും പല വിവരങ്ങളും കൃത്യമായിട്ട് ചെലവാക്കുന്ന തുക എഴുതി സൂക്ഷിക്കണം എന്നില്ല. ഡിഫിക്കൽറ്റി ഇൻ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് ഒരിക്കൽ കൂടി നോക്കാം. Lack of reliable statistical data create difficulty in estimating national income. വിശ്വാസയോഗ്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയുടെ അഭാവം. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കൃത്യമാവണം എന്നില്ല. ആളുകൾ നൽകുന്ന വിവരങ്ങൾ കൃത്യതയുള്ളത് ആയിരിക്കില്ല. There is a chance of calculating the money value of goods and services more than once while they pass through different stages of production. പ്രൊഡക്ഷൻ്റെ വിവിധ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മണി വാല്യൂ ഒന്നിലധികം പ്രാവശ്യം കണക്കാക്കപ്പെടുന്നു. ഡബിൾ കൗണ്ടിങ്. സർവീസ് ഓഫ് ഹൗസ് വൈഫ്സ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം. വീട്ടമ്മമാരുടെ ഗാർഹിക ജോലികൾ നാഷണൽ ഇൻകത്തിൽ കണക്കാക്കുന്നില്ല. The production of goods for self-consumption is not included in the estimation of national income. Example, vegetable garden at a home. സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പരിഗണിക്കില്ല. ഉദാഹരണമായിട്ട് വീട്ടിലെ വെജിറ്റബിൾ ഗാർഡൻ. ഇഗ്നോറൻസ് ആൻഡ് ഇലിറ്ററസി ഓഫ് പീപ്പിൾ ക്രിയേറ്റ് പ്രോബ്ലംസ് ഇൻ കളക്ടിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. ജനങ്ങളുടെ നിരക്ഷരതയും അറിവില്ലായ്മയും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എടുക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു. പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഇൻ അസസിംഗ് ദി മണി വാല്യൂ ഓഫ് സർവീസ് ഇംപെയ്ഡ് ദി കറക്റ്റ് എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം. സർവീസ് സെക്ടറിൻ്റെ മണി വാല്യൂ കണക്കാക്കുക എന്നുള്ളത് വളരെ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റിയുള്ള കാര്യമാണ്. ഓരോരുത്തരുടെയും സർവീസിന് വ്യത്യസ്തമായിട്ടുള്ള മണി വാല്യൂ ആണ് ഉള്ളത്. കൺസ്യൂമേഴ്സ് സെൽഡം മെയിൻറ്റെയിൻ ദി റെക്കോർഡ്സ് ഓഫ് എ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദം. കൺസ്യൂമേഴ്സ് അവരുടെ ചെലവുകൾ എല്ലായ്പ്പോഴും കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കണം എന്നില്ല. അവരുടെ ചെലവുകൾ പലപ്പോഴും അവർ സൂക്ഷിച്ചു വെക്കാറില്ല. അവരെത്രമാത്രം ചിലവാക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് തന്നെ കൃത്യമായിട്ട് അറിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇത്രയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ്.